വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകർക്ക് പാദപൂജ നടത്തുന്നത് ശരിയാണോ എന്ന് ഒരു പുരോഗമന സമൂഹം ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്? ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഉപയോഗിച്ച് പുത്തൻ ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാലത്ത് പാദപൂജ നടത്തണമെന്ന് പറയുന്നതിൽ എന്താണ് യുക്തി? കാസർഗോഡ് ബന്തെടുക്കയിൽ RSS നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ 30 വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ പാദപൂജ നടത്തിയതാണ് സംഭവത്തിന്റെ ആരംഭം. കാസർഗോഡിന് തൊട്ടു പിന്നാലെ കണ്ണൂരിലെ ശ്രീകണ്ഠാപുരത്തെ സ്കൂളിലും സമാന സംഭവമുണ്ടായി. ആലപ്പുഴയിലും കോഴിക്കോടും പാദപൂജ നടന്നതോടെ പ്രശ്നം പ്രധാന ചർച്ചാ വിഷയമായി. ആലപ്പുഴയിലെ BJP ജില്ലാ സെക്രട്ടറിയുടെ കാലുവരെ കുട്ടികൾക്ക് കഴുകേണ്ടി വന്നെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി സംഭവത്തെ രൂക്ഷമായി വിമർശിച്ചു. എന്തായാലും കേരളത്തിൽ അങ്ങനെ ഒരു സംസ്കാരമില്ല, അത് കേരള സംസ്കാരത്തിന് യോജിച്ചതല്ല. ചാതുർവർണ്ണ വ്യവസ്ഥ നടപ്പിലാക്കാനുള്ള RSSന്റെ ശ്രമം എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. പാദപൂജ അടിമത്ത മനോഭാവത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറയുന്നു. സംഘപരിവാർവത്കരണത്തിന്റെ ഭാഗമായി RSS നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിലെ ഇത്തരം സംഭവങ്ങൾ കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുന്നതാണെന്നും സർക്കാർ നടപടി സ്വീകരിക്കണമെന്നുമാണ് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് പ്രതികരിച്ചത്. വിദ്യാർത്ഥികളെ പാദപൂജയ്ക്ക് നിർബന്ധിതരാക്കിയ സംഭവത്തിൽ സമഗ്രമായി അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് KSU സംസ്ഥാന പ്രസിഡന്റ് അലൂഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിക്ക് കത്തു നൽകി. സംഭവം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷിക്കുകയാണ്. കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വിവാദമായതിന് തൊട്ടു പിന്നാലെ പാദപൂജയും വിവാദമാകുമ്പോൾ വിദ്യാലയങ്ങളിൽ RSSന്റെ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് അരങ്ങേറുന്നതെന്നും അതിനെ പ്രതിരോധിക്കുമെന്നുമാണ് സർക്കാരിന്റെയും CPMന്റെയും ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെയും നിലപാട്.